Dear students, Plus 2 Computer Science Chapter 11 Advances in Computing Part 1. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ലാംഗ്വേജസിനെ കുറിച്ചും അങ്ങനെ PHP, ജാവാ സ്ക്രിപ്റ്റ്, C++ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ചാപ്റ്റർ 11 അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിങ്. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ആദ്യം പഠിക്കേണ്ടതുള്ളൊരു ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ്, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരു ലാർജ് സ്കെയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ട് ഇൻ്റർനെറ്റിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം യൂസസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ടു സോൾവ് ലാർജ് സ്കെയിൽ പ്രോബ്ലംസ് ഓവർ ഇൻ്റർനെറ്റ്. ഇനി നമുക്ക് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് പാരഡൈം എന്ന് നോക്കാം. Distributed computing ensures that computer systems are used effectively. It is a method of computer processing in which different parts of a program are run simultaneously on two or more computers that are communicating with each other over a network. And the term paradigm means a pattern or a model in the study of any subject of complexity, and the advanced computing paradigm are essential in extend our ability to process information for many sectors of our society. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോസസ്സിങ് ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്രോഗ്രാം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലേക്ക് ഓരോന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് അതെല്ലാം നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓവർ ദി നെറ്റ്വർക്ക്. അതായത് ഒരു പ്രോഗ്രാം ഡിഫറെൻറ്റ് പാർട്സായിട്ട് ഒരു പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട്, കമ്പ്യൂട്ടർ പ്രോസസ്സിങ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു പ്രോഗ്രാം നമ്മൾ ഡിഫറെൻറ്റ് പാർട്സാക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് പല പല കമ്പ്യൂട്ടേഴ്സിലേക്ക് നമ്മൾ അതെല്ലാം കണക്ട് ചെയ്യും. ലാസ്റ്റ് നമുക്കതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം ഒരു നെറ്റ്വർക്കിലൂടെ ആയിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് പാരഡൈം. പാരഡൈം എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പാറ്റേൺ ഓർ എ മോഡൽ ഇൻ ദ സ്റ്റഡി ഓഫ് എനി സബ്ജക്റ്റ് ഓഫ് കോംപ്ലക്സിബിലിറ്റി, ദാറ്റ് മീൻസ് എ പാരഡൈം. ആൻഡ് അഡ്വാൻസസ് കമ്പ്യൂട്ടിംഗ് പാരഡൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ സൊസൈറ്റിയുടെ പല സെക്ടേഴ്സിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു എബിലിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് അഡ്വാൻസസ് കമ്പ്യൂട്ടിംഗ് പാരഡൈം എന്ന് പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണ് അത് എസെൻഷ്യൽ ആവുന്നത്, നമുക്ക് സൊസൈറ്റിയുടെ പല മേഖലകളിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു എബിലിറ്റീനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ് യൂസ് ചെയ്തിട്ട്. അതിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻ വിച്ച് ലാർജ് പ്രോബ്ലംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മെനി സ്മോൾ പ്രോബ്ലംസ് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെനി കമ്പ്യൂട്ടേഴ്സ്. ഒരു വലിയ പ്രോബ്ലം, ലാർജ് പ്രോബ്ലം നമ്മൾ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പല കമ്പ്യൂട്ടേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ടു റെഡ്യൂസ് ദ ടൈം ഇറ്റ് ടേക്സ് ടു പെർഫോം ലാർജ് ടാസ്ക്. ഒരു വലിയ ടാസ്ക് പെർഫോം ചെയ്യുന്നതിനുള്ള ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻ ദീസ് all the different processes have their own private non shareable memory. ഓരോന്നിനും ഓരോ പ്രോസസ്സേഴ്സ് ഉണ്ടാവുമല്ലോ, ഓരോ പ്രോസസ്സേഴ്സിനും their own private non shareable memory ഉണ്ടായിരിക്കും. And thus information is exchanged between the process solely on the ബേസിസ് ഓഫ് മെസ്സേജ്. ഒറ്റയ്ക്ക് തന്നെയായിരിക്കും എല്ലാ പ്രോസസ്സേഴ്സും ഓരോന്നിനും നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്യും. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ട് പ്രോസസ്സേഴ്സും their own നോൺ ഷെയറബിൾ മെമ്മറിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻഫർമേഷൻ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഓൺ ദി ബേസിസ് ഓഫ് മെസ്സേജസ്. നമുക്കിവിടെ ഒരു ഫിഗറിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലേക്കും മെമ്മറി ഉണ്ട്, പ്രോസസ്സറുണ്ട്. അതെല്ലാം ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓരോ സിസ്റ്റങ്ങളും നമുക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും.
ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നോക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക്കൽ. അത് നമുക്ക് കോസ്റ്റ്, കമ്പ്യൂട്ടിങ്ങിൻ്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് എക്കണോമിക്കൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്പീഡ്. നമ്മളിങ്ങനെ പല സിസ്റ്റങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ സ്പ്രെഡിങ് ദ കമ്പ്യൂട്ടേഷണൽ ലോഡ് അക്രോസ് ഡിഫറെൻറ്റ് നോട്ട്സ് മീൻസ് കമ്പ്യൂട്ടേഴ്സ്. ഈച്ച് ലൊക്കേഷൻസ് ഈസ് അണ്ടർ ലെസ് സ്ട്രെസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് speed increases. And the third one is reliability. Distributed system can continue to function even if one node ceases to function. നമുക്ക് റിലയബിൾ ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ ഒരു സിസ്റ്റം നമുക്ക് ഫെയിലായാൽ തന്നെ, പല സിസ്റ്റങ്ങളുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഫെയിലായാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ബാക്കിയുള്ള സിസ്റ്റങ്ങളുണ്ട്, നമുക്ക് അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ബാക്കി കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. സോ ബൈ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഇറ്റ് ഈസ് റിലയബിൾ. ആൻഡ് തേർഡ് വൺ ഈസ് സ്കാലബിലിറ്റി. നമുക്ക് നോട്ട്സ് ഇത്ര നമ്പർ എന്നൊരു ലിമിറ്റില്ല, നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് എത്ര നോട്ട്സ് നമുക്ക് വേണോ അത്രയും നോട്ട്സിൻ്റെ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ദ നമ്പർ ഓഫ് നോട്ട്സ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദി ഡിമാൻഡ്. ആൻഡ് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ സം ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. കോംപ്ലക്സിറ്റി. ഫസ്റ്റ് വൺ ഈസ് കോംപ്ലക്സിറ്റി. എ ലോട്ട് ഓഫ് എക്സ്ട്രാ പ്രോഗ്രാമിംഗ് ഈസ് റിക്വയർഡ് ടു സെറ്റപ്പ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. നമുക്കിങ്ങനെ നമ്മൾ പറഞ്ഞു പല കമ്പ്യൂട്ടേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് എന്താണ്, എക്സ്ട്രാ പ്രോഗ്രാമിങ്ങുകൾ റിക്വയർ ആണ്. അതൊരു കോംപ്ലക്സിറ്റിയാണ്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സെക്യൂരിറ്റി. നമ്മുടെ പല സിസ്റ്റങ്ങളിലേക്കും ഈ ഇൻഫോർമേഷൻസൊക്കെ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഫോർമേഷൻസ് അതൊക്കെ security കുറവായിരിക്കും. സോ ഇൻഫർമേഷൻ നീഡ്സ് ടു ബി പാസ്ഡ് ടു കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. ഇറ്റ് ക്യാൻ ബി ട്രാക്ക്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ ഇല്ലീഗൽ പർപ്പസ്. സെക്യൂരിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഇറ്റ് ക്യാൻ ബി ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ മേ ബി ഇൻഫർമേഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലീഗൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ആൻഡ് ദി തേർഡ് വൺ ഈസ് നെറ്റ്വർക്ക് റിലയൻസ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഈസ് കണക്റ്റഡ് ത്രൂ എ നെറ്റ്വർക്ക്. നമ്മൾ പറഞ്ഞ എല്ലാ സിസ്റ്റങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഫെയിലിയർ ആയാൽ അതിലിപ്പോൾ ഒരു 10 സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ഫെയിലിയർ ആയാൽ കൂടെ ബാക്കി സിസ്റ്റങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഈ എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ പറഞ്ഞു കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എൻ്റയർ സിസ്റ്റം മേ ബി unstable. So distributed system is connected through a network, and in case of network failure the entire system may become unstable. ഇനി പല ടൈപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പഠിക്കാം. നമുക്ക് 4 ടൈപ്പാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോന്നിനും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ച ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജൊക്കെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പാരലൽ കമ്പ്യൂട്ടിംഗ്. പാരലൽ മീൻസ് എല്ലാം ഒന്നിച്ചായിരിക്കും നമുക്ക് വരിക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്പ്യൂട്ടേഷൻ ഇൻ വിച്ച് മെനി കാൽക്കുലേഷൻസ് ആർ carried out simultaneously, operating on the principle that larger problems can often be divided into smaller one which are then solved concurrently. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൽ. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ടൈപ്പാണ് പാരലൽ കമ്പ്യൂട്ടിങ്. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ സംഭവിക്കുന്നത്, ഓരോന്നും ഒരു ലാർജ് പ്രോബ്ലം നമ്മൾ സ്മോളർ വണ്ണായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോന്നും അറ്റ് എ ടൈമിൽ തന്നെ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എടുത്ത് ഒരു പ്രോബ്ലം എടുത്ത് ലാർജ് പ്രോബ്ലം നമ്മളൊരു 20 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 20യും അറ്റ് എ ടൈമിൽ സെയിം ആയിട്ട് കൺകറൻ്റ്ലി അത് സോൾവ് ചെയ്യാനായിട്ട്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദിസ് all the different processes have to access to a shared memory. This memory can also be used to share information between different processes rather than explicitly sending message. നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടറിൽ നമ്മൾ മെസ്സേജസ് സെൻഡിങ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ പാരലൽ നമുക്ക് ആ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതിന് പകരം തന്നെ ഒരു ഷെയർഡ് മെമ്മറി ഉണ്ടാവും. ആ ഷെയർഡ് മെമ്മറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു മെമ്മറി ഉള്ള കാരണം കൊണ്ട് തന്നെ. ആൻഡ് സം ഓഫ് ഫീൽഡ്സ് നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഇപ്പോൾ പാരലൽ കമ്പ്യൂട്ടിങ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ. സം ഓഫ് ദി ഫീൽഡ്സ് ഇൻ ദി പാരലൽ കമ്പ്യൂട്ടിങ് ഈസ് അപ്ലൈഡ് ഓൺ വെതർ ഫോർകാസ്റ്റിംഗ്, ന്യൂക്ലിയർ സയൻസ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എക്സെട്ര. ഇതൊക്കെ നമ്മളിപ്പോൾ പാരലൽ കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്നത്
ഈ വെതർ ഫോർകാസ്റ്റിങ്ങിലും ന്യൂക്ലിയർ സയൻസിലൊക്കെ നമ്മൾ പാരലൽ കമ്പ്യൂട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് സീരിയൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് ഒന്നുകൂടിയുണ്ട്. സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിംഗ് തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്താണെന്ന് നോക്കാം. എക്സാം തന്നെ ഇത് ചോദിച്ച് കാണാറുള്ളതാണ്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു സിംഗിൾ പ്രൊസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ കമ്പ്യൂട്ടിംഗ് മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ആർ യൂസ്ഡ് വിത്ത് എ ഷെയർഡ് മെമ്മറി. ആൻഡ് ഇൻ സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പാരലൽ എന്താണ്? പാരലൽ ഈസ് അഗൈൻ ഡിസ്ക്രീറ്റ് പാർട്സ് തന്നെയായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. കൺകറൻ്റലി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിങ്ങനെ ഡിസ്ക്രീറ്റ് പാർട്സ് ആയിട്ട് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രോക്കൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഇപ്പോൾ ഒരു 20 ഉണ്ടെങ്കിൽ ഫസ്റ്റ് വൺ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്കൻഡ് വൺ പോകൂ. ദെൻ ആഫ്റ്റർ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയായിരിക്കും പോവുക. പക്ഷേ പാരലൽ എങ്ങനെയാണ്? എല്ലാ പാർട്സും അറ്റ് എ ടൈമിൽ തന്നെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ഇൻ പാരലൽ കമ്പ്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഈച്ച് പാർട്സ് എക്സിക്യൂട്ട് സൈമിൾട്ടേനിയസ്ലി ഓൺ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ്. നമുക്ക് ഓരോന്നിനും ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ് ഉണ്ട്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു സിംഗിൾ പ്രോസസ്സർ ആയതുകൊണ്ട് ഫസ്റ്റ് വൺ ചെയ്യും, ദെൻ സെക്കൻഡ് വൺ, അങ്ങനെ ഓരോന്നിന് ശേഷം മാത്രമേ നെക്സ്റ്റിലേക്ക് പോവുകയുള്ളൂ. And in serial processing, only one instruction is executed on a single processor at any moment of time. Serial processor ഒരൊറ്റ പ്രോസസ്സറേ ഉള്ളപ്പോൾ ഓൺലി ഒരു ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈമിൽ നടക്കുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ കമ്പ്യൂട്ടിംഗ് മോർ ദാൻ വൺ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഓൺ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് അറ്റ് എനി മൊമെൻറ്റ് ഓഫ് ടൈം. പാരലൽ പ്രോസസ്സിങ്ങിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ സീരിയൽ പ്രോസസ്സിങ്ങിൽ ഒരു പ്രോബ്ലം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ നമ്മൾ നോക്കുക, ഓരോന്നിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് നമുക്ക് 1 കഴിഞ്ഞിട്ട് 2 അങ്ങനെ ആ ഒരു ഓർഡറിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ പാരലൽ പ്രോസസ്സിങ്ങിൽ എല്ലാം സെയിം ടൈമിൽ തന്നെയാണ് നമുക്ക് അവിടെ പ്രോസസ്സിങ് നടക്കാം. ആൻഡ് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം ഇനി പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ. ഇൻ പാരലൽ കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ് ഈവൻ when one or more node fails, the whole system still work with reduced performance. നമുക്ക് ഒന്നിലധികമോ നോഡ്സ് ഫെയിലായാൽ തന്നെ ബാക്കിയുള്ള സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻ അവിടെ നടക്കുന്നതായിരിക്കും. പക്ഷേ അവിടെ എന്താണ്, ആ പെർഫോമൻസ് കുറച്ച് റെഡ്യൂസ് ചെയ്യാം നമുക്ക്. അത് എന്തുകൊണ്ടാണ്? ബാക്കി ഇപ്പോൾ ഒരു 10 നിന്ന് ഒരു 5 ഫെയിലായി, ബാക്കി 5 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പെർഫോമൻസ് കുറച്ച് റെഡ്യൂസ് ആവും. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ഈച്ച് യൂസർ ക്യാൻ ഷെയർ ദ കമ്പ്യൂട്ടിംഗ് പവർ ആൻഡ് ദി സ്റ്റോറേജ് റിസോഴ്സ് ഇൻ ദി സിസ്റ്റം വിത്ത് അതർ യൂസേഴ്സ്. ഓരോ യൂസർക്കും പവറും അതിനോടൊപ്പം സ്റ്റോറേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള യൂസേഴ്സായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള മീനിങ് കൊണ്ട് തന്നെ അതാണല്ലോ, നമുക്ക് കമ്പ്യൂട്ടിംഗ് പവറും അതിനോടൊപ്പം സ്റ്റോറേജ് റിസോഴ്സസും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. And third one, distributing several tasks to different nodes can help sharing of load to the whole system. It is called load sharing. നമ്മൾ പറഞ്ഞു ഒരു ലാർജ് ടാസ്ക് ആണെങ്കിൽ അത് സ്മോളർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു വർക്ക് ലോഡ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ലോഡ് ഷെയറിങ് ആൻഡ് ഇറ്റ് ഈസ് ഈസിലി എക്സ്പെൻഡബിൾ. എത്ര നോട്ട്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ സ്കെയിൽ ടു ലാർജ് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പാരലൽ കമ്പ്യൂട്ടിംഗ് ഓരോന്നും നമുക്ക് ആഡ് ചെയ്തിട്ട് നോട്ട്സ് ആഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആർ പാരലൽ ആപ്ലിക്കേഷൻസ് ആർ മച്ച് മോർ കോംപ്ലക്സ് ദാൻ കറസ്പോണ്ടിങ് സീരിയൽ ആപ്ലിക്കേഷൻസ്. നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആണ് ഓരോന്നും ഇങ്ങനെ നോക്കേണ്ട കാരണം ഇവിടെ അറ്റ് എ ടൈമിൽ എന്തെങ്കിലും ഒരു എറർ വന്നാൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. And a program may run on one machine, but when ported to different computers, significant changes must be made in order to allow the program to run properly. നമ്മൾ പറഞ്ഞു ഓരോന്നും ഡിഫറെൻറ്റ് നോട്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു സിസ്റ്റത്തിൽ നമുക്ക് റൺ ചെയ്തത് വേറൊരു സിസ്റ്റത്തിൽ റൺ ചെയ്യും. അതിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ സിസ്റ്റം എയിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്ത് സിസ്റ്റം ബിയിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനുള്ള സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്. ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു
ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതായത് നമ്മളൊരു സോക്കറ്റിൽ നിന്ന് പവർ എടുക്കുന്നില്ല, അതേപോലെ തന്നെയാണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്നത്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വേൾഡ് ഇൻ ദ കമ്പ്യൂട്ടേഷണൽ പവർ ഈസ് റെഡിലി അവൈലബിൾ. ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ പവർ, അതായത് റിസോഴ്സ് അല്ലെങ്കിൽ സർവീസസ്, ഡാറ്റ, ഇങ്ങനെയുള്ളതൊക്കെ ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു സിസ്റ്റത്തിനാണ് നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹിയർ യൂസേഴ്സ് get access to computational power just like electricity through walls side with no care or consideration for where or how the electricity is actually generated. നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സോക്കറ്റിൽ നമ്മൾ പവർ പ്ലഗ് നമ്മൾ ഘടിപ്പിച്ചിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടിങ്ങും ഒരു സോക്കറ്റ് പോലെ നമുക്ക് എവിടെയെങ്കിലും അത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ടൈപ്പാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. And computers on a grid have a program on them that allows unused resources to be used by another computer on grid. അതായത് നമുക്ക് പല സിസ്റ്റങ്ങളിലും ഇത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ ഗ്രിഡ് ഹാവ് പ്രോഗ്രാം ഓൺ. ആ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അതാണ് നമുക്ക് അൺയൂസ്ഡ് റിസോഴ്സസ് ടു ബി യൂസ്ഡ് ബൈ അനദർ കമ്പ്യൂട്ടർ ഓൺ ഗ്രിഡ്. പല സിസ്റ്റങ്ങൾ അതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ പല റിസോഴ്സസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് അൺയൂസ്ഡ് റിസോഴ്സസ് ടു ബി യൂസ്ഡ് ബൈ അനദർ കമ്പ്യൂട്ടർ ഓൺ ഗ്രിഡ്, ഒരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്കത് അലോ ചെയ്യാനായിട്ട് സാധിക്കും. ദ സ്പീഡ് ഓഫ് ദി കണക്ഷൻസ് ബിറ്റ്വീൻ ദി കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ഗ്രിഡ് ആർ റിലേറ്റീവ്ലി സ്ലോ. അറ്റ് എ ടൈമിൽ തന്നെ പലതിലേക്കും നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്ലോ ആണ്. ഗ്രിഡ് എന്നുള്ളതിൻ്റെ കണക്ഷൻസ് സ്ലോ ആയിരിക്കും. ദെയർഫോർ processing tasks are broken up into independent parts and sent to different computers on the grid. നമുക്ക് എന്താണോ പ്രോസസ്സിങ് അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം ഇൻഫോർമേഷൻസ് നമ്മൾ ഗ്രിഡിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് വെൻ എ കമ്പ്യൂട്ടർ കംപ്ലീറ്റ്സ് ഇറ്റ്സ് പാർട്സ് ഇറ്റ് സെൻഡ് ദ റിസൾട്ട് ബാക്ക് ടു ദി സെർവർ. അപ്പോൾ ഓരോന്നിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ആയിട്ട്. ഓരോന്നും ചെയ്തതിന് ശേഷം ആ സെർവറിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രിഡിലേക്ക് നമ്മൾ ആ റിസൾട്ട് സെൻഡ് ചെയ്യണം, തിരിച്ച് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. സർവീസസ് ഓവർ ദി ഗ്രിഡ് ക്യാൻ ബി മെനി ടൈപ്പ്. നമുക്ക് പല ടൈപ്പുള്ള സർവീസസ് ഉണ്ട്. നോളജ് ഗ്രിഡ്, ഡാറ്റ ഗ്രിഡ്, കമ്പ്യൂട്ടേഷണൽ ഗ്രിഡ്, എക്സെട്ര. ആൻഡ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വെതർ ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്. ഇതൊക്കെയാണ് നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വെതർ ഫോർകാസ്റ്റിങ്ങിൽ നമ്മൾ ഗ്രിഡും പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പാരലൽ കമ്പ്യൂട്ടിംഗ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ജനറലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും വെതർ ഫോർകാസ്റ്റിങ്ങിനും മാർക്കറ്റിംഗ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് ഇതിലൊക്കെയായിട്ട് സാധാരണ യൂസ് ചെയ്ത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. Grids are capable to solve large, more complex problems in shorter time. നമ്മൾ പറഞ്ഞ പലതിലേക്കും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓരോ ലാർജ് പ്രോബ്ലംസ് നമ്മൾ ഓരോ ഗ്രിഡായിട്ട് എന്നിട്ട് ലാസ്റ്റ് കണക്ട് ചെയ്യും. ഓരോന്നും ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് പാർട്സ് ആയിട്ട് ചെയ്യും. ഓരോന്നും അതിൻ്റെ ടാസ്ക് ചെയ്തതിന് ശേഷം ആ സെർവറിലേക്ക് അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് ആ എന്താണോ ചെയ്തത് അതിൻ്റെ നമ്മൾ റിട്ടേൺ ബാക്ക് ചെയ്യണം. ആൻഡ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് മേക്സ് ബെറ്റർ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർ. നമുക്കിപ്പോൾ ഉള്ള ഹാർഡ്വെയറിനെ ഒന്നും കൂടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് സ്കെയിലബിൾ, ഈസി ടു ഇൻക്രീസ് കമ്പ്യൂട്ടിംഗ് പവർ ബൈ ആഡിങ് ഡെസ്ക്ടോപ്പ് ഓർ സെർവേഴ്സ്. നമുക്ക് ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ സെർവേഴ്സ് ആഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടിങ് നമുക്ക് ഈസി ആക്കാനും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. ദാറ്റ് മീൻസ് സ്കെയിലബിൾ. ഇപ്പോൾ നിങ്ങളൊരു ഫിഗറിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇവിടെ ഒരു ഗ്രിഡ്. ഇതിലേക്ക് നമ്മളിവിടെ ലാപ്ടോപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പ്, അതുപോലെ പല ഇതും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നും അവൈലബിൾ ആക്കി. അപ്പോൾ ഒരു സെർവറിലേക്ക് ലാപ്ടോപ്പിലേക്ക് കൊടുത്തിട്ടുള്ളത് അവിടെ എന്താണ് പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്, ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തിരിച്ച് എന്താണോ ആ ഒരു ടാസ്ക് തന്നത് ആ ടാസ്ക് ചെയ്തതിന് ശേഷം തിരിച്ച് ആ സെർവറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രിഡിലേക്ക് റിട്ടേൺ ചെയ്യണം. അതുപോലെ ഇവിടെ ഡാറ്റാബേസ് കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസിൻ്റെ എന്താണോ ആ പ്രോസസ്സ് ചെയ്തത് ആ പ്രോസസ്സ് ചെയ്യുക. അതുപോലെ ഇവിടെ കുറേ ക്ലസ്റ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ്, PC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പലതും ഈ ഒരു ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ആൻഡ് അതിന് ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നോക്കാം. ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഈസ് സ്ലോ ആൻഡ് ദെയർഫോർ അഫക്റ്റ് പ്രോസസ്സിംഗ് സ്പീഡ്. നമുക്ക് ഓരോ കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് സ്ലോ ആയതുകൊണ്ട് തന്നെ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡും അവിടെ കുറഞ്ഞിരിക്കും. അതുപോലെ ഈ ഗ്രിഡിൻ്റെ ലൈസൻസ് നമ്മൾ ഡിഫറെൻറ്റ് സർവേഴ്സിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യമുണ്ട്. അതിൻ്റെ ലൈസൻസിങ് ഇഷ്യൂസിലൊക്കെ ചില പ്രോബ്ലംസ് വരും. ലൈസൻസിൻ്റെ ഇഷ്യൂ അക്രോസ് ഡിഫറെൻറ്റ് സർവേസ് ഓർ കമ്പ്യൂട്ടേഴ്സ് മേ അഫക്റ്റ് വർക്കിംഗ് വിത്ത് സർട്ടൻ ആപ്ലിക്കേഷൻ. നമുക്ക് പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ലൈസൻസിങ് ഇഷ്യൂവിന് ചില പ്രോബ്ലംസ് ഉണ്ടാവും. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പുതിയ ചാപ്റ്റർ 11 ആണ് അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിംഗ്. അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ ആദ്യം കമ്പ്യൂട്ടിംഗ് പാരഡൈം എന്താണെന്ന് നോക്കി. അതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് ലാർജ് പ്രോബ്ലം നമ്മൾ സ്മോൾ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കമ്പ്യൂട്ടിങ്ങും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നോക്കി. അഡ്വാൻറ്റേജസ് എന്തായിരുന്നു? എക്കണോമിക്കലാണ്, സ്പീഡുണ്ട്, റിലയബിൾ ആൻഡ് സ്കേലബിലിറ്റി. ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് കോംപ്ലക്സിറ്റി, സെക്യൂരിറ്റി, നെറ്റ്വർക്ക് റിലയൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടും ഡിസ്അഡ്വാൻറ്റേജൊക്കെ പഠിച്ചത്. അതിനുശേഷം പല ടൈപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിൽ നമ്മൾ ആദ്യത്തെ 2 മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പാരലൽ കമ്പ്യൂട്ടിങ്ങും അതുപോലെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമ്മൾ പഠിക്കാനുള്ള 4 ടൈപ്പാണുള്ളത്. അതിൽ പാരലലും ഗ്രിഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും പഠിക്കും. സോ ഇന്നത്തെ ടോപ്പിക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്.